ഹലോ മുത്തുമണികളെ. ഇപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ കുറച്ചധികം ആളുകളുടെ കോളും വോയിസ് റെക്കോർഡുകളൊക്കെ കണ്ടിട്ടാണ് ഞാൻ എണീറ്റത് തന്നെ. ഇപ്പോൾ സംഭവം എവിടെയോ എന്തോ പന്തികേടുണ്ട് എന്ന് മനസ്സിലായിട്ട് ഞാൻ വേഗം ഒരു ലൈവ് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലൈവ് കയറി നോക്കിയപ്പോൾ എനിക്ക് സന്തോഷമല്ല തോന്നിയത്, പുച്ഛമാണ് തോന്നിയത്. സംഭവം അതിൽ ഒരുപാട് കാര്യങ്ങൾ അവർ സത്യസന്ധമായിട്ട് പറയുന്നുണ്ട്. ഈ സത്യസന്ധമായി പറഞ്ഞ കാര്യങ്ങളൊക്കെയും തന്നെ ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കതിൽ കേട്ടത് പുച്ഛമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കണ്ട എന്ന് വിചാരിച്ചതാണ്. ഇതിനെക്കുറിച്ച് എന്നല്ല, ഈ ഒരു പുള്ളിക്കാരിനെ കുറിച്ച് തന്നെ ഞാൻ പ്രതികരിക്കണ്ട എന്ന് കരുതി മാറ്റി വെച്ചതാണ്. പക്ഷെ ഇത് എൻ്റെ അവസാന വീഡിയോ ആയിരിക്കും. ഞാൻ ഈ സ്ത്രീയെക്കുറിച്ച് ചെയ്യുന്ന എൻ്റെ അവസാന വീഡിയോ ആയിരിക്കാനാണ് സാധ്യത എന്നല്ല, അവസാന വീഡിയോ ആണ്. കാരണം ഇവര് ഒരു 2 ദിവസത്തിന് മുമ്പ് എൻ്റെ പേരിൽ ഒരു പരാതി ഞങ്ങളെ പൂന്തുറ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി വരുമ്പോഴത്തേക്കും വാദവും പ്രതിവാദവും ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ തന്നെ പ്രതിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രതിവാദം ഉണ്ടാകുന്ന സമയത്ത് ഇവര് ഇല്ല. സത്യത്തിൽ ഇവര് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം വെല്ലുവിളിക്കും, പക്ഷെ ആ വെല്ലുവിളി നടത്താറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ജോലിക്ക് പോകുന്ന ആളാണ്. എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അതായത് എന്നെ ഡിപ്പെൻഡ് ചെയ്യുക മീൻസ് അവർ വാങ്ങിച്ചിടുന്ന തുണികളൊക്കെയും അവരെന്നെ ഉദ്ദേശിച്ച് ഞാൻ അത് ചെയ്തു കൊടുക്കും. ഞാൻ ഈ ദിവസം വരും, ഇന്ന് വൈകുന്നേരം ആ സാധനം കൊടുക്കാം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ആ ചേച്ചി മിക്ക തുണികളും വാങ്ങുന്നത് തന്നെ. അപ്പൊ നമ്മളെ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിനെ നമ്മൾ ഒരിക്കലും നിരാശപ്പെടുത്താൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പൊ ഇവര് രാവിലെ വെല്ലുവിളിയൊക്കെ നടത്തുന്നതൊക്കെ ഒരുപാട് പേര് എനിക്ക് വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഈ സാധാരണ വെല്ലുവിളി മാത്രമല്ലേ നടക്കൂ. അത് ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കുന്നത് ഇവര് കുറവായത് കൊണ്ട് തന്നെ ഞാൻ അന്ന് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മക്കൾക്ക് വീട്ടിൽ TV ഇല്ല, അയൽ വീടുകളിലൊന്നും തന്നെ പോകുന്ന കുട്ടികളല്ല. അപ്പോൾ അവർക്ക് സമയം പോവാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫോൺ വീട്ടിൽ വെച്ചിട്ടാണ് പോവാറ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ ഫോൺ കൊണ്ടുപോകൽ കുറവാണ്. എൻ്റെ മോനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഫോൺ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവന് കാണാൻ വേണ്ടിയിട്ട്. കാരണം അതൊരു ഒരു കടയാണ്. നമുക്ക് തന്നെ കുറച്ചു നേരം ചുമ്മാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കും. അപ്പൊ അവന് സമയം പോകാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫോൺ കൊണ്ടുപോകാറുണ്ട്. ഇപ്പൊ 2 ദിവസമായിട്ട് അവനെ കൊണ്ടുപോകാത്തത് കൊണ്ട് ഞാൻ ഫോണ് ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ പോലീസുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഇട്ടെറിഞ്ഞിട്ട് എനിക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റൂല. എനിക്ക് ഇൻഫർമേഷനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇട്ടെറിഞ്ഞിട്ട് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് പറ്റൂല. ഞാൻ വൈകുന്നേരം നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ വൈകുന്നേരം നേരത്തെ വരാമെന്ന് ഞാൻ പോലീസുകാർക്ക് അറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൗൺസിലറൊക്കെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വന്നാൽ വീട്ടിൽ പോവില്ല, നേരെ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇവര് തിരിച്ച് എസ്കേപ്പ് ആയി എന്നുള്ളത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴാണ് അറിയുന്നത്. അത് കഴിഞ്ഞ് ഞാനൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ തലകുനിച്ച് നിൽക്കുന്ന എൻ്റെ ഹസ്ബൻഡിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അതായത് തല കുമ്പിട്ട് എൻ്റെ ഭർത്താവ് അവിടെ ഇരിക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവ് അവിടെ തല കുമ്പിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ്, ഈ ഒരു കാര്യം ഇനി ഞാൻ പൊതുസമൂഹത്തിൽ എത്തിക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ പച്ചയ്ക്ക് ഞാൻ എത്തിച്ചു കഴിഞ്ഞു. പിന്നെയും എനിക്ക് ഇനി ഇതിന്റെ പിന്നാലെ എനിക്ക് നടക്കാൻ ഒന്നാമത്തെ കാര്യം, ആ പോലീസുകാർ ചോദിച്ചതും ആ ഒരു കാര്യമാണ്. അതായത് നിങ്ങൾക്ക് ഇതിന് സമയമുണ്ടോ? നിങ്ങളുടെ ഹസ്ബൻഡ് ഇത്രയും നല്ലൊരു ഹസ്ബൻഡാണ് നിങ്ങൾക്കുള്ളത്. ഒരു ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവം ഉണ്ടെങ്കിലും നമുക്ക് ജീവിക്കാം. നമ്മളെ അമ്മ ശരിയല്ലെങ്കിൽ നമുക്ക് ജീവിക്കാം, അച്ഛൻ ശരിയല്ലെങ്കിൽ നമുക്ക് ജീവിക്കാം, നമ്മളെ കൂടെ പിറന്ന ആൾക്കാർ ശരിയല്ല, നമ്മളെ സഹോദരങ്ങൾ ശരിയല്ല, നമ്മളെ അയൽക്കാർ ശരിയല്ല, നമ്മളെ മക്കൾ ശരിയല്ല, നമുക്ക് ജീവിക്കാൻ പറ്റും നമ്മുടെ ഇണ ശരിയാണ് എങ്കിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണ് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത്. അപ്പൊ എന്റെ മനുഷ്യൻ അവിടെ വന്ന് അങ്ങനെ തല കുമ്പിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതിയതാണ്, ഇനി ഇവരെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്യില്ല എന്നുള്ളത് ഞാൻ കരുതിയതാണ്. പക്ഷേ രാവിലെ എന്നെ വിളിച്ച ആൾക്കാരും പറഞ്ഞത്, നിങ്ങൾ ഇതിനെ പ്രതികരിക്കണ്ട, വിട്ടുകളഞ്ഞേക്കെന്നാണ്. പക്ഷെ ആ ലൈവിന്റെ അവസാനം അവള് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ബീൻ ഫാമിലിയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന്.
സത്യത്തിൽ എന്റെ ശത്രുവോ മിത്രമോ അല്ല ഈ സ്ത്രീ എന്ന് പറയുന്നത്. എനിക്ക് യാതൊരു അറിവും ഇല്ലാത്തൊരു സ്ത്രീയാണ്. ഇവരെ കുറിച്ച് നാലുക്കൊപ്പം ഞാൻ ഒരു വിമർശനം രേഖപ്പെടുത്തിയപ്പോൾ ഇവർ ചെയ്തത് എന്താണ് എന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യമാണ്, പിന്നെ നിങ്ങളും ഇവരും തമ്മിലുള്ള പ്രശ്നം എന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇന്നേ വരെയും എനിക്ക് അവരോട് ഒരു പ്രശ്നമായിട്ട്, എന്റെ ശത്രു ലിസ്റ്റിൽ പോലും കയറാനുള്ള ഒരു യോഗ്യത ആ സ്ത്രീക്കില്ല എന്നുള്ളതാണ് ഫസ്റ്റ്. പിന്നെ അവര് ചെയ്ത തെറ്റെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. 19 കൊല്ലമായി ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നു. ഞങ്ങൾക്ക് 6 മക്കളുണ്ട്. ഇതില് എന്റെ മകന്റെ പിതൃത്വം ചോദിച്ച് വീഡിയോ ചെയ്യാൻ ഒരു അലവലാദീനെ ഇവളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സൂഫി സഫർ എന്ന് പറയുന്ന ഒരു അലവലാതി. കുടുംബ ബന്ധങ്ങളിൽ വാല്യൂ നൽകുന്ന ഒരാള്, മക്കളെ സ്നേഹിക്കുന്ന ഒരാള് ഒരിക്കലും ഒരു പിഞ്ച് പാലകനെ അവന്റെ പിതൃത്വം ചോദിച്ചുകൊണ്ടൊരു സ്ത്രീയെ ജനമധ്യത്തിൽ ആക്ഷേപിക്കില്ല. അവിടെ വെച്ച് എനിക്ക് മനസ്സിലായതാണ്, ഇവരൊരിക്കലും ഇവർ പറയുന്ന വിശ്വാസം ഇവരുടെ മനസ്സിൽ കയറിയിട്ടില്ല എന്നുള്ളത്. അത് ജനങ്ങളെ ഒന്ന് ബോധിപ്പിക്കണം, ജനങ്ങളെ ഒന്ന് അറിയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ബാക്കി വീഡിയോകൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ചെക്ക് ചെയ്താൽ അറിയാം, ഞാൻ ഇവരെ വിമർശിച്ച വീഡിയോ എന്ന് പറയുന്നത് 3ഓ 4ഓ വീഡിയോയെ കാണൂ. അതിനുശേഷം ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകളെല്ലാം തന്നെ ഇവർക്ക് മറുപടി പറയുന്ന വീഡിയോകളാണ്. ഇവരോട് ഞാൻ മറുപടി പറയുന്ന വീഡിയോകളാണ്. അത് കഴിഞ്ഞ കുറെ നാളുകൾക്ക് ശേഷം ഇവര് ചെയ്തത് എന്റെ സൗഹൃദ ബന്ധങ്ങളെ വരെ അന്വേഷിച്ചു പോയി അവരുടെ ഫോൺ നമ്പർ കൈക്കലാക്കി അവരെ വരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്ത്രീയാണ് കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങൾ അവരുടെ ലൈവുകൾ ചെക്ക് ചെയ്താൽ അറിയാം. എന്റെ സ്നേഹിതരെയും എന്റെ കൂടെ നിൽക്കുന്നവരെയും ഒക്കെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വരെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ഗുണ്ടാ സംഘം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ സ്നേഹബന്ധങ്ങളെ ഇവർ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത് എന്റെ ഗുണ്ടാ സംഘം എന്നാണ്. അത് എന്റെ ഗുണ്ടാ സംഘമില്ല. എനിക്കൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ഹൃദയം വരെ പറിച്ചു തരുന്ന, എനിക്കൊരു സങ്കടം ഉണ്ടായാൽ, ഞാനൊന്ന് കരഞ്ഞാൽ എന്റെ കണ്ണുനീര് എന്റെ ഭൂമിയിലോട്ട് വീഴുന്നതിന് മുമ്പ് അവരുടെ കൈകൾ എന്റെ നേരെ വന്നിരിക്കും. അതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്ത എന്റെ പ്രൗഡായിട്ടുള്ള എന്റെ റിലേഷൻഷിപ്പുകളാണ് അതൊക്കെ. എന്റെ സ്നേഹബന്ധങ്ങളാണ് അതൊക്കെ. അവിടെ ഒരു തെറ്റും ചെയ്യാതെ 2 ട്രോൾ വീഡിയോ ആണ് ആ മനുഷ്യൻ ചെയ്തത് എന്ന് പറയുന്നത്. 2 ട്രോൾ വീഡിയോ ആണ്. ആ ട്രോൾ വീഡിയോയ്ക്ക് അയാൾ നൽകേണ്ടി വന്ന വില എന്ന് പറയുന്നത് അയാളുടെ ജീവന്റെ വിലയും ജീവിതത്തിന്റെ വിലയും അഭിമാനത്തിന്റെ വിലയുമാണ്. ഒരു തെറ്റും ചെയ്യാത്ത, എന്നിട്ട് ഇവൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ അയാൾ ചെയ്തത് ആദ്യം തന്നെ അയാളുടെ ചാനൽ റിമൂവ് ചെയ്ത് കളഞ്ഞു. ആ മനുഷ്യൻ ആദ്യം തന്നെ ഇവൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ അയാളുടെ ചാനൽ തന്നെ അയാൾ റിമൂവ് ചെയ്ത് കളഞ്ഞ അയാളുടെ പിന്നാലെ ഇവൾ വീണ്ടും പോയി. എപ്പോഴെന്നറിയാമോ? ഇവൾ ആത്മഹത്യാ ഭീഷണിയുമായി ഒരു രംഗത്ത് വന്നപ്പോൾ മനുഷ്യത്വം കരുതി, ഒന്നും പേടിച്ചിട്ടൊന്നുമല്ല, എനിക്കൊന്നും പേടിക്കാനും ഇല്ല. ഇപ്പൊ ഈ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോഴും അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് പേടിക്കാൻ യാതൊന്നുമില്ല. എനിക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ കട്ടയ്ക്ക് സംസാരിക്കുന്ന ഒരാളാണ്. പൊതുസമൂഹത്തിൽ പോലും വന്ന് നിന്ന് എനിക്ക് സംസാരിക്കാൻ അറിയാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് നിയമപാലകരുടെ മുന്നിൽ എനിക്ക് സംസാരിക്കാം? അവിടെ നിയമപാലകർ എന്ന് പറയുന്നത് വാദവും പ്രതിവാദവും കേൾക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളവരാണ്. അവരോട് ഞാൻ പറഞ്ഞപ്പോ, പോലീസുകാരോട് ഞാൻ സംസാരിച്ച സമയത്ത് അവരെന്നോട് പറഞ്ഞത് ഒറ്റ കാര്യമാണ്, നിങ്ങൾ കംപ്ലൈന്റ് എഴുതിക്കോ, നിങ്ങൾ കംപ്ലൈന്റ് എഴുതി കൊടുക്ക് എന്നാണ് പറഞ്ഞത്. അതവർക്കറിയാം, അവരോട് പോലീസുകാർ സംസാരിച്ചതാണ്. അപ്പൊ ഈ വിഷയം ഞാൻ സംസാരിക്കണ്ടെന്ന് പറഞ്ഞ് വിട്ടതാണ്. ഇത് വേണ്ട, ഇത് സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ വിട്ടതാണ്. പക്ഷെ ഇത് ജനങ്ങൾ അറിയണം. ഇവരെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ ഇവരെന്നെ അപമാനിക്കുകയാണ് ചെയ്തത്. എന്റെ മകന്റെ പിതൃത്വം എന്റെ സുഹൃത്തിന്റെ തലയിൽ കെട്ടിവെക്കുകയാണ് ഇവർ ചെയ്തത്. എത്ര വലിയ ഗുരുതരമായ തെറ്റാണ് ഇവർ ചെയ്തതെന്ന് ഇന്നും അവര് റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കുടുംബമായിട്ട് ജീവിക്കുന്ന, ഭർത്താവും കുടുംബവുമായിട്ട് ജീവിക്കുന്ന എന്റെ കുഞ്ഞിന്റെ പിതൃത്വം മറ്റൊരു പുരുഷന്റെ തലയിൽ കെട്ടിവെക്കുകയാണ് ഇവരും ഇവരുടെ കൂട്ടാളികളും ചെയ്തിരിക്കുന്നത്. അതിന്റെ പിന്നിലുള്ള സോഴ്സ് എന്താണ് അതൊക്കെ നമ്മൾ നിയമത്തിന്റെ മുന്നിൽ ഒരു കാര്യം പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയക്കേണ്ടുന്ന കാര്യമില്ല. കാരണം നമ്മൾ
റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ ഇനി എന്ത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രസന്റ് ചെയ്താലും നിയമപാലകർക്ക് അല്ലെങ്കിൽ നിയമം കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് അതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല. നിങ്ങൾ എന്നെ കണ്ടിട്ടില്ലേ, എത്രയോ വലിയ വമ്പന്മാരായിട്ടുള്ള ആളുകൾ വരെ പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യലുകളിൽ അല്ലെങ്കിൽ കോടതിയിൽ എത്തുന്ന സമയത്ത് അവരുടെ നിരപരാധിത്വം തെളിയിച്ച് അവർ പുറത്തു വരുന്ന എത്രയോ കേസുകൾ നിങ്ങൾ കണ്ടിട്ടില്ല. അതൊക്കെ എന്ന് പറയുന്നത് അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു തരത്തിലും എനിക്ക് ഭയക്കേണ്ടുന്ന യാതൊരു കാര്യവുമില്ല. കാരണം എൻ്റെ കുഞ്ഞിന്റെ പേരിൽ എന്നെ അവിഹിത ആരോപണം നടത്തിയത് ആരാണ് എന്നുള്ളതും അത് എവിടെ നിന്നാണ് അതിന്റെ സോഴ്സ് ഉണ്ടായത് എന്നുള്ളതൊക്കെ തെളിയിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ്. ഇതില് ബീൻ ഫാമിലിയോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു പോർഷൻ എനിക്ക് പുച്ഛം മാത്രമല്ല, എനിക്ക് അറപ്പും കൂടി തോന്നുകയാണ്. കാരണം ഞാനാണ് ഈ സ്ത്രീയെ വിമർശിച്ചതും ഞാനും ഈ സ്ത്രീയുമായിട്ടാണ് പ്രശ്നമെന്നൊന്നും പറയാൻ പറ്റൂല, വിമർശനം അതിവിമർശനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വിമർശിച്ചപ്പോ ഈ സ്ത്രീ ചെയ്തത് എന്താണ് എന്നറിയാമോ? എന്റെ കുഞ്ഞിനെ അപമാനിച്ചു, എന്റെ 2 പെൺമക്കളെ അപമാനിച്ചു. നിങ്ങളൊന്ന് ആലോചിക്കണം, തന്തയുള്ള മക്കളാണ് എന്റെ മക്കള്. എന്റെ മക്കൾക്ക് തന്തയില്ല എന്ന് പറഞ്ഞ് ഞാൻ തെരുവിൽ വന്ന് കിടന്ന് ആക്രോശിച്ചിട്ടുമില്ല, കരഞ്ഞിട്ടുമില്ല. എന്റെ മക്കൾക്ക് തന്ത വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരാളുടെ വീട്ടിന്റെ അടുക്കളപ്പുറത്തും ചെന്ന് എത്തി നോക്കിയിട്ടുമില്ല, ഒരാളുടെ ജീവിതവും ഞാൻ തട്ടിപ്പറിച്ചിട്ടുമില്ല. എന്റെ മക്കൾ ജീവിക്കുന്നത് അവരുടെ ഉപ്പാര കൂടെയാണ്. അതായത് തന്തയുള്ള മക്കളാണ് എന്റെ മക്കള്. ഈ തന്തയുള്ള മക്കളെ എന്തെല്ലാം അപരാധമാണ് 18 വയസ്സ് പോലും തികയാത്ത എന്റെ പെൺമക്കളെ എന്ത് അപരാധമാണ് ഈ സ്ത്രീ പറഞ്ഞിട്ടുള്ളത്? എന്റെ കുഞ്ഞെന്ന് പറയുന്നത് എന്റെ കുടുംബത്തിലെ രാജാവാണ്. ആ രാജാവായിട്ട് ജീവിക്കുന്ന എന്റെ മകനെ അവിഹിത സന്തതിയാക്കി, മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ എന്റെ കുഞ്ഞിന്റെ തന്തയാക്കി മാറ്റി. ഒരിടത്ത് പോലും എന്റെ ഭർത്താവോ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞിട്ടില്ല ഇത് എന്റെ കുഞ്ഞാണോ എന്ന്. എനിക്ക് ഡൗട്ടുണ്ട്. ഒരു DNA ടെസ്റ്റിന്റെ ആവശ്യം പോലും ഇല്ല എന്റെ ഒരു മക്കൾക്കും. എന്റെ ഭർത്താവിന് അത്രയേറെ വിശ്വാസമുള്ള ഒരു ആളാണ് ഞാൻ. ഈ ലോകത്തെ മനുഷ്യന് ആരെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഉമ്മ കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്നത് ഞാനാണ്. അത്രയേറെ വിശ്വാസവും സ്നേഹമാണ് ആ മനുഷ്യൻ എൻ്റെ അടുത്ത്. അങ്ങനെയുള്ള എന്റെ മനുഷ്യനെ പോലും അപമാനിച്ചു. ഇതെല്ലാം പോട്ടെ, ലോകത്തൊരാൾക്കും ക്ഷമിക്കാൻ സാധിക്കാത്ത ഒന്നുണ്ട്, അവരുടെ പെറ്റുമ്മാനെ പറയുക എന്നുള്ളത്. നീ എന്റെ പെറ്റുമ്മാനെ പറഞ്ഞത് റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് പിഴച്ചു പെറ്റതല്ലേടി നിന്റെ ഉമ്മ. നീ ഇപ്പൊ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിന്നെ കുറിച്ച് ഞാൻ അവിഹിത ആരോപണം നടത്തി. നിന്റെ മനസാക്ഷിക്ക് നിനക്കറിയാം അത് സത്യമാണോ സത്യമല്ലേ എന്നുള്ളതിനെ കുറിച്ച് നിനക്കറിയാം. ഞാൻ പറഞ്ഞ ഒരു കാര്യങ്ങൾ പോലും സത്യമല്ലാത്ത യാതൊരുവിധ കാര്യങ്ങളും ഇല്ല എന്നുള്ളത് നിന്റെ മനസാക്ഷിക്ക് നിനക്കറിയാം. എന്നിട്ടും ഇതിൽ യാതൊരു തെറ്റും ചെയ്യാത്ത അവരെന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാളാണ്, ഒരു വ്യക്തിയാണ്. എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ അമ്മയെ റെയിൽവേ സ്റ്റേഷനിൽ കടന്ന് പിഴച്ചു പറ്റതല്ലേടി നിന്റെ ഉമ്മ എന്ന് നീ പറഞ്ഞ ആ വാക്കിന് നിനക്ക് ഈ ജന്മം മരണം വരെ എൻ്റെ കയ്യിൽ നിന്ന് മാപ്പ് കിട്ടുമെന്ന് നീ വിചാരിക്കുന്നുണ്ട് എങ്കിൽ പൊന്നുമോളെ, നീ എന്നെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കണം. അല്ലെങ്കിൽ തന്നെ എന്നെ കുറിച്ച് നീ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് നീ എൻ്റെ ആരുമല്ല, ഞാൻ നിന്റെയും ആരുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജന്മം നീ പരസ്യമായിട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് മാപ്പ് പറഞ്ഞാൽ പോലും ആ അമ്മയുടെ മകളാണ് ഞാനെങ്കിൽ, ആ അമ്മയുടെ മുലപ്പാല് കുടിച്ചവളാണ് ഞാനെങ്കിൽ, ആ അമ്മയുടെ കഷ്ടപ്പാട് കണ്ടു വളർന്നവളാണ് ഞാനെങ്കിൽ, ആ അമ്മ അനുഭവിച്ച വേദനകൾ, ഈ ലോകത്ത് അനുഭവിച്ചിട്ടുള്ള വേദനകൾ സത്യമുള്ളതാണ് എങ്കിൽ എന്റെ കയ്യിൽ നിന്നൊരു മാപ്പ് നിനക്ക് കിട്ടുമെന്ന് നീ ജന്മം പ്രതീക്ഷിക്കണ്ട. ഇതിനെല്ലാം പുറമെ യാതൊരു തെറ്റും ചെയ്യാതെ സ്വന്തം കുടുംബജീവിതം വരെ തുലാസിൽ തൂക്കിയ ഒരു മനുഷ്യനുണ്ട്. എത്രയോ തവണ നീ അയാളുടെ കയ്യിൽ നിന്നും പണം കൈപ്പറ്റിയിട്ട് നീ പറയുന്നില്ലേ നിന്റെ സമ്പത്തൊക്കെ കൊണ്ടുപോയി ഒരുത്തൻ നശിപ്പിച്ചു എന്ന്. അർഹതയില്ലാത്ത പണം കൈപ്പറ്റിയാൽ മോളെ അത് ജീവിതത്തിൽ നിലനിൽക്കില്ല എന്നതിന്റെ എക്സാമ്പിളാണ് നീ ലൈവിലൂടെ വന്ന് നീ ആക്രോശിച്ചിട്ട് പോയത്.
എൻ്റെ മനസ്സിന് അത്രയും സന്തോഷം തോന്നുന്നു. കാരണം എത്രയോ തവണ അയാളുടെ പണം തിരികെ നൽകുമെന്ന് പറഞ്ഞ് നീ കബളിപ്പിച്ചുകൊണ്ട് അയാളെയും അയാളുടെ ഭാര്യയെയും നീ വെല്ലുവിളിച്ചുകൊണ്ട് ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവരെ നീ നാണം കെടുത്തിയത് ചില്ലറയൊന്നുമല്ല. അയാൾ തന്ന പണം, നിന്റെ മക്കൾക്ക് വേണ്ടി തന്ന പണം നീ തന്നെ സമ്മതിച്ചു. നീ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു ആ വൃത്തികെട്ടവന്, നീ കള്ള് വാങ്ങിച്ചു കൊടുത്തു, നീ ഡസൻ കണക്കിന് കുപ്പി എടുത്തുകൊണ്ട് വന്ന് ലൈവിൽ കാണിക്കുന്നു. ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് കുടിച്ചു തീർക്കുന്നതല്ലല്ലോ. തലേ ദിവസത്തെ ലൈവിൽ പോലും ഒരു ചങ്ങാതി വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇവൻ കുടിച്ചിട്ടാണോ സംസാരിക്കുന്നത്? നിന്റെ ഉമ്മയാടാ കുടിച്ചിട്ട് സംസാരിക്കുന്നതെന്നാണ് നീ സംസാരിച്ചത്. എത്രത്തോളം നീ ചെയ്ത തെറ്റെന്താണെന്ന് പോലും നീ മനസ്സിലാക്കാതെ ഡെയിലി വന്നിരുന്ന് കള്ളക്കണ്ണീരൊഴുക്കിയാൽ അതിൽ വീണു പോകുന്ന ആളുകളുണ്ടാകും. അവരുടെ കൂട്ടത്തിൽ നീ ബീനിന്റെ ഭാര്യയെ നീ കണക്ക് കൂട്ടണ്ട. ബീനിന്റെ ഭാര്യയെ നീ കണക്ക് കൂട്ടണ്ട മോളെ. കാരണം എന്റെ ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മനുഷ്യനെ നീ ആക്ഷേപിച്ചത് ചില്ലറയൊന്നുമല്ല. എന്റെ കുഞ്ഞിനെ നീ ആക്ഷേപിച്ചത് ചില്ലറയല്ല. എന്റെ പെറ്റുമ്മാനെ. ഇതിനെല്ലാം പുറമെ നീ ആക്ഷേപിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, ഇച്ചൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട്. എന്റെ ഇച്ചൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഐഷേനെ നീ അപരാധിക്കുന്ന ഒരു അപരാധമുണ്ട്. കെട്ടിക്കാത്തവള്, പ്രസവിക്കാത്തവള്. നിന്റെ തന്തയും തള്ളയും നിന്നോട് ചെയ്ത ദ്രോഹം എന്താണ് എന്ന് നിനക്കറിയാമോ? ജീവിതം എന്താണ് എന്ന് നിന്നെ പഠിപ്പിച്ചിട്ടില്ല അവരെ നിന്റെ തന്തയും തള്ളയെന്ന് എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് യാതൊരു യോഗ്യതയും ഇല്ല. തന്തയും തള്ളയും എന്ന ലേബലിൽ അവർ ഏറ്റവും വലിയ പരാജയമാണ്. കാരണം ഒരു മനുഷ്യനെ പഠിപ്പിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, അവരെ ജീവിതം പഠിപ്പിക്കണം. കുറെ ബുക്കുകൾ അരച്ചു കലക്കി കുടിച്ച് ഒരുപാട് എക്സാമുകൾ എഴുതി വലിയ ജോലിയിൽ ഇരുത്തിയിട്ടും കാര്യമില്ല. എത്രയോ വലിയ ജോലികളിൽ ഇരിക്കുന്ന ആളുകൾ പോലും മനസ്സ് തകർന്ന്, വലിയ കോപ്പറേറ്റീവ് കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ വരെ മനസ്സ് തകർന്ന് ആത്മഹത്യയുടെ വക്കുകളിലേക്ക് എത്തുന്ന എത്ര കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഒരു ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നവിടെയാണ് ഒരു മാതാപിതാക്കൾ സക്സസ് ആവുന്നത്. എൻ്റെ അമ്മ അങ്ങനെ ഒരു അമ്മയാണ്. എന്നെ ജീവിതം എന്തെന്ന് പഠിപ്പിച്ച ഒരു അമ്മയാണ്. അവരുടെ ജീവിതം കൊണ്ടാണ് എനിക്ക് ജീവിതം പഠിപ്പിച്ചു തന്നത്. അവരുടെ കണ്ണീര് കൊണ്ടാണ് അവരെനിക്ക് ജീവിതം പഠിപ്പിച്ചു തന്നത്. ആ എൻ്റെ അമ്മയെ പറഞ്ഞ നിനക്ക് ഞാൻ ക്ഷമയോ? എന്നിട്ട് എന്റെ തന്തയുള്ള മക്കളെ നീ എന്തെല്ലാം അപരാധമാണ് പറഞ്ഞ. ഞാൻ നൊന്ത് പ്രസവിച്ച് പോറ്റി വളർത്തി എന്റെ ചോരയും നീരും ഞാൻ കൊടുത്ത് വേദന സഹിച്ച് ഞാൻ പ്രസവിച്ച് പോറ്റി വളർത്തി എന്റെ മക്കളെ അപമാനിച്ച് നിനക്ക് ക്ഷമയോ? എന്റെ സ്നേഹബന്ധത്തെ അയാളുടെ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച നിനക്ക് ഞാൻ ക്ഷമയോ? ഇവരെല്ലാവരും നിന്നോട് ക്ഷമിച്ചാൽ പോലും എന്റെ ഭർത്താവോ, എന്റെ മക്കളോ, എന്റെ സുഹൃത്തുക്കളോ, എന്റെ അമ്മയോ നിന്നോട് ക്ഷമിച്ചാൽ പോലും എന്റെ ക്ഷമ നിനക്ക് കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട. ഇത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുന്ന അവസാനത്തെ വീഡിയോയാണ്. നീ എങ്ങനെ കെട്ടുപോയാലും, നീ എന്ത് ചെയ്താലും എനിക്കതൊരു വിഷയമല്ല. കാരണം നീ എന്താണ് എന്നുള്ളത് ഞാൻ ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഒരാൾ അവിഹിതം പറയുന്നു, അതുകൊണ്ട് ഞാൻ മറ്റുള്ളവന്റെ ജീവിതം തട്ടിയെടുക്കുക, അതല്ല മാന്യത, അതല്ല ജീവിതം എന്ന് പറയുന്നത്. ഒരാൾ അവിഹിതം പറഞ്ഞു ഞാൻ അങ്ങനെയുള്ളവളല്ല എന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. നീ എന്നെ അവിഹിതം പറഞ്ഞു, ഞാൻ അങ്ങനെയുള്ളവളല്ല, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവളാണ്. എത്രയോ നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി നോക്കിയാൽ എത്രയോ ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചു പോയ സ്ത്രീകളുണ്ട് അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന. എത്ര ചതിക്കപ്പെട്ട തിരുവനന്തപുരം സിറ്റി എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇവിടെ ചതിക്കപ്പെട്ട എത്രയോ പെൺകുട്ടികളുണ്ട്. അവരുടെ കുഞ്ഞുങ്ങളെ ഡേ കെയറിൽ കൊണ്ടുവന്നാക്കിയിട്ട് ജയലക്ഷ്മി, രാമചന്ദ്രൻസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള, രാമചന്ദ്രൻസിൽ തമിഴ് പിള്ളേരാണ് കച്ചവടത്തിന് നിൽക്കുന്നതെങ്കിലും അവിടെ സെക്യൂരിറ്റി ആയിട്ട് പോലും നിൽക്കുന്ന എത്രയോ മലയാളികളുണ്ട്. ആ മലയാളി പെൺകുട്ടികളടുത്ത് നിങ്ങൾ പോയി അന്വേഷിച്ചാലറിയാം, അവർ ഭർത്താവില്ലാതെ ജീവിക്കുന്ന സ്ത്രീകളാണ്. അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ സ്വപ്നങ്ങളും അവരുടെ ജീവിതവും ഒക്കെ ത്യാഗം ചെയ്തുകൊണ്ട് അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന സ്ത്രീകളാണ്. ജയലക്ഷ്മി എന്ന് പറയുന്ന വലിയ ടെക്സ്റ്റൈൽസിൽ ചെന്ന് നോക്കിയാലറിയാം, അവരുടെ മക്കളെ ഡേ കെയറിൽ, 1 വയസ്സ് പോലും തികയാത്ത കുഞ്ഞുങ്ങളെ ഡേ കെയറിൽ കൊണ്ടുവന്നാക്കിയിട്ട് ജോലിക്ക് വന്നിരിക്കുന്ന സ്ത്രീകളെ അവിടെ നിങ്ങൾക്ക് കാണാം.
എത്ര ടെക്സ്റ്റൈൽസിൽ, എത്ര ഹോട്ടലില്, ഒരു ഹോട്ടലിൽ പാത്രം കഴുകി എന്ന് പറഞ്ഞ് എന്നെ അപമാനിച്ച നീ ഒന്ന് പോയി നോക്കുക. നമ്മുടെ നാട്ടിലെ ഹോട്ടലുകളിലെ പിന്നാമ്പുറങ്ങളിൽ പാത്രം കഴുകുന്ന എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളുണ്ട് എന്ന്. അവരൊക്കെയും അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിതം ത്യാഗം ചെയ്തവരാണ്. എന്നെ പോലെ ഒരു സ്ത്രീ ഉണ്ടാവൂല. സ്വന്തം മക്കളുണ്ടായിട്ടും മറ്റുള്ളവന്റെ ജീവിതം തട്ടിപ്പറിച്ച്, ഇതാണ് ഞാൻ പറയുന്നത്. അർഹതയില്ലാത്തതൊന്നും നമുക്ക് നിലനിൽക്കില്ല. അഹങ്കാരം മനുഷ്യന് നന്നല്ല. നീ ആ പാപം പിടിച്ച ജുമൈല എന്ന് പറയുന്ന സ്ത്രീയെ കാണിക്കാൻ വേണ്ടിയിട്ട് കൂത്താടുമ്പോൾ ആ സ്ത്രീയുടെ വേദന. നീ പറഞ്ഞ ഒരു ചോദ്യമുണ്ട്, സ്നേഹം കൊടുത്താൽ നന്നാവും. എന്നിട്ട് എന്തേ നീ കൊടുത്ത സ്നേഹം? എന്തേ പോരാണ്ടായിട്ടാണോ നിന്നെ കയറി അവൻ അടിച്ചത്? ഇത് തന്നെയല്ലേ ആ സ്ത്രീയോടും ഈ പുള്ളിക്കാരൻ ചെയ്തത്? അതിന്റെ പേരിൽ അവരുടെ ഫാമിലിയിൽ ചില പ്രശ്നങ്ങളുണ്ട്, ചില്ലറ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ അവിടെ നുഴഞ്ഞു കയറി അവരുടെ കുടുംബ ബന്ധം തന്നെ ഇല്ലാതാക്കിയത് ആരാണ് കൊച്ചേ? ഇനിയും പോകും. കുഞ്ഞുങ്ങൾക്ക് വാപ്പയില്ല, എന്റെ കുഞ്ഞുങ്ങൾക്ക് വാപ്പയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അടുത്തിനി ഏത് മറ്റുള്ള ദയവ് ചെയ്ത് നിന്റെ വികാരങ്ങൾക്ക് മാത്രമാണ് പ്രസക്തി എന്ന് നീ ചിന്തിക്കല്ലേ. നിന്നെ പോലെ തന്നെയാണ് മറ്റുള്ളവരും. എല്ലാ മനുഷ്യർക്കും അവരുടെ ജീവിതം, അവരുടെ ജീവൻ, അവരുടെ വികാര വിചാരങ്ങൾക്ക് എല്ലാം തന്നെ വിലയുണ്ട്. നിനക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാവർക്കും വിലയുണ്ട്. എല്ലാവർക്കും അവരുടെ ജീവിതം പ്രഷ്യസ് ആയിട്ടുള്ളതാണ്. ദയവ് ചെയ്ത് മറ്റുള്ളവരുടെ കുടുംബ ബന്ധങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട്, മറ്റുള്ളവരുടെ അഭിമാനത്തെ തുലാസി തൂക്കിക്കൊണ്ട് നീ അവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതിരിക്കുക. നിനക്ക് പടച്ച തമ്പുരാൻ നല്ലത് തരും. മറ്റുള്ളവരുടെ അധ്വാനത്തെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതിരിക്കുക. നീ ഇന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, നിന്റെ ലൈവിൽ അങ്ങാണ്ട് പറയുന്നുണ്ട്, ഷാജി ഹോട്ടലുകളിൽ ചെന്ന് നിരങ്ങിയെന്ന്. നിന്റെ മനസ്സിൽ തൊട്ടിട്ട് പറ വെച്ചേ, അവള് ഹോട്ടലുകളിലാണ് ഞെരങ്ങിയെങ്കിൽ നീ എവിടെയാണ് ഞെരങ്ങിയത് എന്നുള്ളത്. അവൾ ചെയ്തതിനേക്കാൾ വലിയ തെറ്റുകളാണ് നീ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും വന്നിരുന്നു കൊണ്ട് അവളെ പറയുന്നു. അവളെന്തായാലും അവളുടെ മക്കളിനെ കൂട്ടിച്ചേർത്ത് തന്നെയാണ് അവളുടെ ഉമ്മാന്റെ അടുത്ത് ഏൽപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അയൽവാസികളെ ഏൽപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവൾ ആശുപത്രി പോയാൽ പോലും അവളുടെ മൂത്ത കുട്ടിയെ ഏൽപ്പിച്ചിട്ടാണ് ആ കുട്ടികളെ ഇട്ടിട്ട് പോകുന്നത്, മറ്റൊരു മോനെയും കൊണ്ട്. അവളെ നീ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് അപ്പോഴും വന്നിരുന്ന് ഷാജിനെയാണ് പറയുന്നത്. അവളുടെ ഒന്ന് കാലിന്റെ ഒരു രോമം ഇങ്ങനെ കൈകൊണ്ട് തൊടാനുള്ള യോഗ്യത പോലും നിനക്കില്ല വച്ചേ ആ സ്ത്രീയുടെ എന്ന്. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. മരിച്ചാലും നിനക്ക് ഞാൻ ക്ഷമ നൽകില്ല. തെറ്റ് മനുഷ്യന് സംഭവിക്കും. തെറ്റ് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് റിമൂവ് ആവുന്നതിന് പകരം വീണ്ടും 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 എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചവളാണ് നീ. എന്റെ സൗഹൃദ ബന്ധങ്ങളെ ഉലയ്ക്കാൻ ശ്രമിച്ചവളാണ് നീ. എന്റെ ജീവിതത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചവളാണ് നീ. എന്റെ കുഞ്ഞിനെ അപമാനിച്ചവളാണ് നീ. നിനക്ക് ഈ ജന്മം എന്നിൽ നിന്നും ക്ഷമ അർഹിക്കുന്നില്ല. നിനക്ക് അങ്ങനെ ഒരു ക്ഷമ തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. എന്റെ പെറ്റുമ്മയെ പ്രതി ഞാൻ അവരുടെ മകളാണ്. ഞാൻ എൻ്റെ ഉമ്മാന്റെ മകളാണ്. നിനക്കൊരിക്കലും ക്ഷമയില്ല.